മലപ്പുറത്തെ 4 വയസ്സുകാരൻ മുഹമ്മദ് ഷാനിലിന്റെ മരണം ഇപ്പോഴും തീരാവേദനയാണ്. മരണം ചികിത്സാ പിഴവ് മൂലമെന്ന് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു. ഇപ്പോഴും നീതിക്കായുള്ള പോരാട്ടത്തിലാണ് ഉമ്മ സൗദാബിയും കുടുംബവും. വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയതാണ് ഷാനിലിനെ. മിടുക്കനെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. സ്കൂളിലേക്ക് പോകാനുള്ള കാത്തിരിപ്പിലായിരുന്നു. പക്ഷേ ഒരു ചികിത്സാ പിഴവിലൂടെ ഷാനിൽ എന്നേക്കുമായി വിട പറഞ്ഞു. എല്ലാത്തിനും ഒരു കാഴ്ചപ്പാടുള്ള കുട്ടിയാണ്. എന്താ വെച്ചാൽ എല്ലാം കൊണ്ടും എന്തെങ്കിലും സംഗതി കണ്ടു കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ മുന്നിൽ കൂടെ പോകാന്നുണ്ടെങ്കിൽ ഒരു മാസമോ 2 മാസമോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആൾ മുന്നോട്ട് വരാന്നെങ്കിലും ആളെ തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു. നല്ലൊരു എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷേ അവന് കളിക്കാനായാലും എന്തിനായാലും അതിന് പറയാനൊരു ഇതില്ല. എല്ലാ കുട്ടികളും നമുക്ക് 2 കുട്ടികളുണ്ട്. അതിനെക്കാട്ടും ഒരു മെച്ചോർഡായിട്ടുണ്ട്. ഒരു 4 വയസ്സിലായിട്ട് ഒരു 10 വയസ്സിൻ്റെ 20 വയസ്സിൻ്റെ മെയിൻ കാഴ്ചപ്പാടുള്ള കുട്ടിയായിരുന്നു. ഷാനിലിന്റെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. അനസ്തേഷ്യ നൽകുന്നതിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിപ്പോൾ വേറൊരാൾക്ക് സംഭവിക്കരുത്. ഒരാൾക്കും നിയമപരമായിട്ട് ഏതറ്റം വരെ നമ്മൾ പോകും. നമുക്ക് ഇത് നമ്മളെ കുട്ടിക്കല്ല, മറ്റുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സംഭവിക്കരുത്. പക്ഷേ അനസ്തേഷ്യയില് സംഭവിക്കാറ് ചെറിയ സംഭവമല്ല, വലിയ സംഭവമാണ്. സൗദാബിയും കുടുംബവും പറഞ്ഞ വാക്കുകൾ ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പക്ഷെ ഇപ്പോഴും നീതിക്കായുള്ള പോരാട്ടത്തിലാണ് ഈ കുടുംബം. വി സോണൽ കൃഷ്ണ, ജനം, മലപ്പുറം.